హలో సుబ్బరామిరెడ్డి గారు ఏమండి బాగున్నారా? భోజనం చేస్తున్నారా? నిజం చెప్తాను అమరు. ఒకమైన స్నేహితుడు నేను నిన్ను ప్రేమిస్తున్నాను చెప్పడం చాలా ఈజీ, కానీ అమ్మాయి నా మనం ఎప్పుడు తిప్పుకోవడం చాలా కష్టం. ఓకేలు ഡിക്രു നന്നായി ഈ ഗുരുത്തുള്ളവനാ സ്വീകരിക്കണം. അല്ല നിങ്ങളിപ്പോ ആരോടാ തുളു സംസാരിച്ചേ? തുളുവിലോ? തെലുങ്കിലാ സംസാരിച്ചത്. നമ്മുടെ രാജനോട് സംസാരിച്ച. ഏത് രാജൻ? ഒരു രാജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മുടെ രാജമൗലി ഇല്ലേ, ബാഹുബലി സംവിധായകൻ. രാജനും ഡിക്രുവും എനിക്ക് ഒരുപോലെയാ. രാജന് അതായത് നമ്മുടെ രാജമൗലിക്ക് ഒരു കൺഫ്യൂഷൻ. ഈ ബാഹുബലിയുടെ 2ാം ഭാഗമാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നതിന്റെ കാര്യത്തിൽ ഈ എല്ലാവർക്കും അണിയറ പ്രവർത്തകർക്ക് ഒരു കൺഫ്യൂഷൻ. എങ്ങനെ ചിത്രീകരിക്കണം? അതായത് റിയൽ ആയിട്ട് കട്ടപ്പ ബാഹുബലിയെ ഒരു വില്ലനായിട്ട് കൊന്നതാണോ, അതോ യാദൃച്ഛികമായി കൊന്നതാണോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായി? ഇനിയിപ്പോ വേറൊരു രീതിയിലും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ക്ലൈമാക്സ് വേറെയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് ബാഹുബലി 1 കട്ടപ്പ ഇങ്ങനെ പിന്നിൽ നിന്നും കുത്തുന്നതായിട്ട് കാണിക്കാറല്ലോ, അവിടെയല്ലേ പടം ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് ഷാഡോ പോലെയല്ലേ കാണിച്ചിരിക്കുന്നത്, ആ കുത്തിയത് കട്ടപ്പ അല്ല. കട്ടപ്പയുടെ വേഷം ധരിച്ച വേറൊരു കഥാപാത്രമാണ് കുത്തിരിക്കുന്നത്. അപ്പൊ ഈ കട്ടപ്പയാണെന്ന് പ്രേക്ഷകർക്ക് 1ാം ഭാഗം കാണുന്നവർക്കൊക്കെ തെറ്റിദ്ധാരണ വരും. കട്ടപ്പയാണ് കൊന്നത്. 2ാം ഭാഗത്തിൽ അത് റിവീൽ ചെയ്യാൻ പോകുന്നത് അത് കട്ടപ്പ അല്ലായിരുന്നു, കട്ടപ്പയുടെ രൂപത്തിലുള്ള മറ്റൊരു വില്ലനാണ് ഈ ബാഹുബലിയെ കൊല്ലുന്നത്. എങ്ങനെയുണ്ട്? കേട്ടത്. ഇത് ഏപ്രിൽ 28-ാം തീയതിയാണ് റിലീസ്. ആ ദിവസം തന്നെയാണ് നമ്മുടെ ഡിക്രുവിന്റെ പടവും റിലീസ്. എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരത്തിനൊക്കെ ഓലപ്പടക്കം പൊട്ടിച്ചമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ഏതാണ് കൂടുതൽ ഓടുന്നൊന്നും പറയാൻ പറ്റില്ല. ഡിക്രുവിന്റെ കഴിവിന് അങ്ങനെയൊന്നും കുറച്ച് കാണാൻ പാടില്ല. ശരിക്കുണ്ടല്ലോ ഈ ചപ്പട്ട എന്തിനാ ബാഹുബലിനെ കൊന്നത്? വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഞാൻ വന്നെന്ന്. കട്ടപ്പ നീ തിരുത്തി കൊടുത്ത എന്ത് നിന്നെ കുറിച്ച് പറഞ്ഞ ഞാൻ എന്ത് ടെൻഷൻ ആണെങ്കിലും കഥാപാത്രങ്ങളുടെ പേര് മാറിപ്പോരുത് ഡിക്രു. അതൊക്കെ തെറ്റാണ്. നീ പറഞ്ഞ ഒരുവിധം കറക്റ്റാണ്. നീ പറഞ്ഞ ചട്ടപ്പ അല്ലേ? നല്ല ഭാവിയുണ്ട്. ഇതേപോലത്തെ കൺട്രോളർമാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിടത്തും എത്തൂല. അതുകൊണ്ട് ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാജന് വളരെ ഇഷ്ടമായി എന്റെ ക്ലൈമാക്സ്. രാജൻ പറഞ്ഞു ഇത് വെച്ചാൽ മതി. അപ്പൊ രാജന്റെ അച്ഛന് യഥാർത്ഥ സ്റ്റോറി റൈറ്റർക്ക് ചെറിയ കൺഫ്യൂഷൻ ഞാൻ അയാളുമായിട്ട് ഉണ്ടായി. രാജൻ പറഞ്ഞു എന്റെ ഗുരു പറയുന്നതാണ്, എന്റെ അച്ഛനെക്കാളും വലുത് എന്റെ ഗുരുവാണ്. കുമാർ സാറ് പറയുന്നതാണ്. രവികുമാർ എന്നാണെങ്കിലും കുമാർ സാറിനെ വിളിക്കാറുണ്ട്. ഡിക്രു അങ്ങനെയല്ലേ വിളിക്കുന്നത്. ഇവരൊന്നും പരിചയപ്പെട്ടില്ല. സോറി കേട്ടോ, ഇത് നിങ്ങളുടെ തിരക്കഥാകൃത്ത് കാതരൻ. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു കഥാകൃത്താ. വേണമെങ്കിൽ ബാഹുബലിയുടെ 3ക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാം. വല്ല ഐഡിയ ഉണ്ടോ? ചെറിയൊരു പോയിന്റ് ഇങ്ങനെ രാജന്റെ അടുത്ത് പറയാം. അതൊക്കെ രാജനെ സംബന്ധിച്ചിടത്തോളം ആരുടെ ഐഡിയ ആണെങ്കിലും നല്ലതാണെങ്കിൽ രാജൻ എടുക്കും. രാജൻ ഈച്ചയുടെ സംഭവം അറിയാലോ. ഈച്ചയുടെ 2ാം ഭാഗം എടുക്കാൻ പോവാണ്. ഈച്ചയുടെ 2ാം ഭാഗം ഈച്ച തന്നെ നല്ല കൊമേഡിയനായിട്ട് അഭിനയിപ്പിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമായി ഇയാളുടെ കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അനവസരത്തിലാണെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്നത്. അല്ല കുഴപ്പമില്ല. മോഹം കണ്ടാലും സാറിന്റെ ശിക്ഷണത്തെ ഇല്ല ആ സ്ട്രിക്ട്നെസ് ഒക്കെ പോയിടോ. ഇപ്പൊ എല്ലാം ഇതാരാ? ഇത് എന്റെ അസിസ്റ്റന്റ് ആണ് സാർ. അസിസ്റ്റന്റ്? വനിതകളാണോ ഇപ്പൊ അസിസ്റ്റന്റ്? ഒരു കളർഫുൾ അവൻ. അല്ല ഡിസ്കഷന്റെ കൂടുതലാണ്. ഡിസ്കഷന്റെ സാർ നമുക്ക് അങ്ങോട്ട്. ശരി. കണ്ടോ? ഇത് മറ്റേ ഇതല്ലേ? എന്താണ്? മാഞ്ചിയം. മാഞ്ചിയമല്ല, ആഞ്ഞിലി അല്ല, ഇത് ആൽമരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഷീലയും നസീർ സാറും കൂടെ നട്ടു വളർത്തിയതാണ്. ആ കൊച്ചു തൈ ഇന്ന് പടർന്ന് പന്തലിച്ചൊരു വടവൃക്ഷമായി മാറിയിരിക്കും.
പഴയ കാലത്തിലേക്ക് ഊളിയിട്ടിറങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഈ ആൽമരം. നിങ്ങൾക്കറിയാമോ, ഈ ആൽമരം ഭാഗ്യമുദ്ര എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് നസീർ സാറും ഷീലയും ഞാനും കൂടെ ഇത് ഇങ്ങനെ നടന്നത്. ഭാഗ്യമുദ്ര എന്ന് പറഞ്ഞാൽ വളരെ രസ്യം പടം, സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അനുരാഗ യമുന തൻ തീരത്തു വെച്ചൊരു അജപാല ബാലികയെ കണ്ടുമുട്ടി. നസീർ സാർ ഇങ്ങനെ ഷീലയായിട്ട് ഇങ്ങനെ റൊമാൻസ്, പ്രേമം, അതൊക്കെ ഒരുപാട് നിരൂപകരൊക്കെ കളിയാക്കും, മരം ചുറ്റി പ്രേമം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നസീർ സാർ എന്ന് പറഞ്ഞിരുന്നാലും ഒരു ചൈതന്യം തന്നെയാണ്. ദാസേട്ടൻ പാടാറെന്ന് നമുക്ക് തോന്നില്ല, നസീർ സാർ എന്നെ പാടാറുന്നത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭാസ്കർ മാഷിന്റെ വരികളൊന്ന് ഒരുപാട് തർക്കിച്ചാണ് ഭാസ്കർ മാഷുമായിട്ട് ഈ വരികളുടെ കാര്യത്തിൽ. നായകൻ നായികയെ വർണ്ണിക്കുകയാണ്, അത് മനസ്സിലായില്ലേ? ഭാസ്കർ മാഷാണ് എഴുതിയിരിക്കുന്നത്. മമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മൽഗോവ തന്നെ സ്വീറ്റല്ലേ? മാസങ്ങളിൽ നല്ല കന്നിമാസം. ഞാൻ ഭാസ്കർ മാഷായിട്ട് തർക്കിച്ചു. മാസങ്ങളിൽ സാധാരണ ചിങ്ങമാസം അല്ലേ പറഞ്ഞ, ചിങ്ങമാസം വന്നു ചേർന്ന് അങ്ങനെയൊക്കെ അല്ലേ? അതെന്താണ് ഭാസ്കര മാഷ കന്നിമാസം? അപ്പം മാഷ പറഞ്ഞത് എന്താ വെച്ചാൽ ചിങ്ങമാസം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിന് ശേഷമുള്ള കന്നിയുടെ തെളിച്ചം, വെളിച്ചം, കന്നി വെറി എന്ന് പറയില്ലേ, അതാണ് മാഷിന്റെ കഴിവെന്ന് പറയുന്നത്. അതാണ് മാഷിന്റെ കഴിവെന്ന് പറയുന്നത്. മമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം, കാട്ടുമരങ്ങളിൽ ഏതാണ്? കരിവീട്ടിയാണ് നീ, വീട്ടുമൃഗങ്ങളിൽ സിന്ധി പശു. വീട്ടുമൃഗങ്ങളിൽ സിന്ധി പശു. പക്ഷെ ഇന്ന് ഇതേപോലെ ഒരു പാട്ട് എഴുതാൻ പറ്റും. ഇന്ന് നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ എന്താണ് ഈ പെൺകുട്ടിയെ കുറിച്ച് വിവരിക്കുമ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് ആണ് നീ, ആപ്ലിക്കേഷൻസിൽ വാട്സപ്പ് ആണ് നീ. മനസ്സിലായി? അന്ന് ഈ കാട്ടുമരം, വീട്ടുമൃഗം, അതിൻ്റെയൊക്കെ ആ ഇമേജറി എന്ന് പറയുന്നത് വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് ഭാസ്കരൻ മാഷിന്റെ അടുത്ത് നമ്മൾ ചർച്ച ചെയ്ത്, പിന്നെ താരങ്ങളിൽ വച്ച് വൈജയന്തി. ഇന്ന് വൈജയന്തി എന്ന് പറഞ്ഞ ആൾക്കാർ സമ്മതിക്കും. ദീപിക പദുകോൺ അല്ലേ? ദീപിക പദുകോൺ. പിന്നെ ആരാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള? കരീന കപൂർ, പിന്നെ എന്താ ആലിയ ഭട്ട്. സാറേ, ഇത് എന്റെ നായികയും നായകനുമാണ്. നമസ്കാരം. ഗുരുവാണ് കേട്ടോ, മലയാളത്തിലെ നല്ല സൂപ്പർ ഡയറക്ടറാണ് സാർ. സാർ അങ്ങനെയൊന്നും ഇല്ല, ശിഷ്യനാണെന്നുള്ള റെസ്പെക്ട് എനിക്ക്. അതൊക്കെ പഴയ കാലമല്ലേ, നീ ഇരിക്കുക. സാറിന്റെ മുമ്പിൽ ഇരിക്കുക.